ഹായ്, അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ചാണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഒരു പാർട്ടിക്കിൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ബൈ യൂസിങ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. സോ ഞാനിവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. എയിലുള്ള പാർട്ടിക്കിളിനെ ഞാൻ ഇതുവഴി ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കുക. സോ ഇത് നമുക്ക് സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സോ ഈ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? എ സി ബി ആണ്. ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തന്നെ സെയിം പാർട്ടിക്കിളിനെ സി എന്ന് പറയുന്ന വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, ബിയിലേക്ക് എത്തിക്കുന്നു. സോ ഈ വഴിയെ നമുക്ക് ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുകയാണ് ഈ വർക്ക് ഡൺ, അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പാർട്ടിക്കിളിനെ ബിയിലേക്ക് സി വഴി എത്തിച്ചപ്പോൾ ഉണ്ടായ വർക്ക് ഡൺ എന്തിന് തുല്യമാണെന്ന് കാണുകയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഈ വഴി എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡണ്ണിന് തുല്യമാണെന്ന് മനസ്സിലാവണമെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? വർക്ക് ഡൺ എ ബി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എലോങ് എ സി ബി equal to integral a to b f dot dr along a e b. അപ്പൊ ഇവിടെ പാർട്ടിക്കിളിനെ ഇതുവഴി ബിയിലേക്ക് എത്തിച്ചപ്പോഴും ഇതുവഴി ബിയിൽ എത്തിച്ചപ്പോഴും അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇതും തുല്യമാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ വർക്ക് ഡണ്ണും തുല്യമാകില്ലായിരുന്നു. ബട്ട് ഇവിടെ രണ്ടും ഈക്വൽ ആവാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? ഡെഫിനറ്റ്ലി അതിൻ്റെ പാത്തിനെ ഈ പറയുന്ന വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എന്തിനാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനീഷ്യൽ പോയിന്റ് ഈ പറയുന്ന റൂട്ട് വഴിയാണെങ്കിലും എ തന്നെയാണ്. അതേപോലെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ റൂട്ട് വഴിയാണെങ്കിലും സെയിം തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് അവിടെ നമ്മൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന വർക്ക് ഡൺ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, എന്നാൽ നമ്മൾ മറ്റൊന്ന് ചെയ്തു. എന്താണ്? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്യിക്കുന്നു, സി വഴി മൂവ് ചെയ്യിക്കുന്നു. അപ്പം നമുക്കൊരു വർക്ക് ഡൺ കിട്ടുന്നു. സോ ആ വർക്ക് ഡൺ നമുക്ക് എ ബി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എലോങ് എ സി ബി എന്ന് നമ്മൾ കണ്ടു. ഇതേപോലെ എയിൽ നിന്നും ഞാൻ ബിയിലേക്ക് വീണ്ടും മൂവ് ചെയ്യിച്ചു, പാത്ത് ചേഞ്ച് ചെയ്തു, ഈ വഴിയാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സെക്കൻഡ് കേസ്, ഇത് ഫസ്റ്റ് കേസ്. സോ ഇത് സെക്കൻഡ് കേസ്. അല്ല വേണ്ട, ഇവിടെ ഇനിയിപ്പം സെയിം പാത്ത് വെച്ചിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഇതിന് നമുക്ക് വൈ എന്ന് വിളിക്കാം, ഇതിന് നമുക്ക് എക്സ് എന്നും വിളിക്കാം. സോ എലോങ് എ വൈ ബി. രണ്ടാമത് ഞാൻ ഈ പാത്തിലൂടെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോഴെനിക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എലോങ് എ എക്സ് ബി ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ വൈയിലൂടെ പോയപ്പോഴും എക്സിലൂടെ മൂവ് ചെയ്തപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വർക്ക് ഡൺ ഈക്വൽ അല്ല എന്നാണെങ്കിൽ, അത് അൺഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ്സിനെ അല്ല, അതേപോലെ ഫൈനൽ പോയിന്റ്സിനെയും അല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യൽ പോയിന്റിനെ ഫൈനൽ പോയിന്റിനാണ് ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ ഇവിടെ രണ്ട് റൂട്ടിന്റെയും ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതെന്ത് കിട്ടണം? നമുക്ക് വർക്ക് ഡണ്ണും സെയിം കിട്ടണം. അപ്പൊ ഇവിടെ അതിന് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റിനല്ല വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതിന്റെ പാത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ എ വൈ ബി എന്ന് പറയുന്ന പാത്തിലൂടെ പോയപ്പോൾ കിട്ടിയ വർക്ക് ഡൺ അല്ല, എ എക്സ് ബിയിലൂടെ പോയപ്പോൾ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇനീഷ്യൽ ഫൈനൽ പോയിന്റിനെ അല്ലാതെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വർക്ക് ഡൺ വരുന്നതെങ്കിൽ അത്തരത്തിൽ വരുന്ന വർക്ക് ഡൺ ബൈ ദ ഫോഴ്സിനെ നമുക്ക്
എന്ത് പറയാം, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? സോ ഇതാണ് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും, വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓൺലി ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സ് ഇൻഡിപെൻഡന്റ് ഓൺ ദി പാത്ത് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതേപോലെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ the work done by the force is depends upon the path independent upon the initial and final positions. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ.